നമസ്കാരം. ഞാൻ രാജേഷ് ആർ നായർ, കടിനിയിൽ. ഇന്ന് പ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് നായർ സമുദായ അംഗങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ തയ്യാറാക്കുന്നത്. ഇത് കഴിഞ്ഞ 2010-12 കാലഘട്ടം മുതൽ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള, ബോധ്യപ്പെട്ടിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള അതിൻ്റെ പരിണത ഫലങ്ങളും പരിണാമങ്ങളും കാണുന്നത് മൂലം ഇത്തരത്തിലൊരു കാര്യം വീഡിയോ ആയി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനും വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞാനിത് പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് നമുക്ക് പലരോടും പറയാൻ പറ്റാത്ത അവസരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സമയക്കുറവ് മൂലം, പരിമിതി മൂലം പറയാൻ കഴിയാത്തപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ കിടന്നു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും അവരുടെ സൗകര്യം അനുസരിച്ച്, സമയം അനുസരിച്ച് ശ്രദ്ധയിൽപ്പെടുമല്ലോ എന്നൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇന്ന് ഇതൊരു വീഡിയോ ആയി തന്നെ തയ്യാറാക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. നായർ സമുദായത്തിൽപ്പെട്ടവർ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. നായർ സമുദായത്തിന് ചതികൾ പറ്റിയിട്ടുള്ളത് മലയാളി മെമ്മോറിയൽ മുതലാണെന്നുള്ളത് ഞാൻ പല കമ്മിറ്റികളിലും മീറ്റിങ്ങുകളിലും വ്യക്തിപരമായി പലരോടും, അതോടൊപ്പം തന്നെ നമ്മുടെ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പരാമർശിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് സമീപകാലത്തായി നടക്കുന്ന ഒരു വൻചതി. 3 തരത്തിലുള്ള ചതികളാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നമുക്കിടയിൽ നായർ സമുദായത്തിൻ്റെയിലുള്ള കുലദ്രോഹികളെ, കുലച്ചതിയന്മാരെ ചട്ടുകങ്ങളാക്കിക്കൊണ്ട് ചിലർ നടത്തുന്ന കാര്യങ്ങളാണ്. അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മറ്റു ജാതികൾ അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ടവർ നായർ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് തടസ്സമായിട്ടുള്ള തരത്തിൽ ഇത്തരത്തിലുള്ള ചതിപ്രയോഗങ്ങൾ നടത്തുന്നു. അതുപോലെ സമുദായങ്ങൾ ചിതറണം, അല്ലെങ്കിൽ സാമുദായികവാദം ഉണ്ടാകരുത്, അത് അവരുടെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്ന ചില രാഷ്ട്രീയവാദികൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ചിലർ. ഇത് രണ്ടും കൂടാതെയാണ് നമ്മൾക്ക് നായർ സമുദായത്തിന് ഭരണഘടനാ അധിഷ്ഠിതമായിട്ടുള്ള OBC സംവരണം ഇനിയും ലഭിക്കരുത്, പുനഃസ്ഥാപിക്കരുതെന്ന് ചിന്തിക്കുന്ന ചില അന്യ സമുദായത്തിലെ അന്യ മതസ്ഥരായിട്ടുള്ള ചിലർ നടത്തുന്ന കുതന്ത്രങ്ങൾ. ഇതിൽ 3 കാര്യങ്ങൾക്കും നായർ സമുദായത്തിലെ കുലച്ചതിയന്മാരായ, കുലദ്രോഹികളായ ചിലരെ സ്വാർത്ഥലാഭത്തിന്, പണലാഭത്തിന്, സ്ഥാനലാഭത്തിന്, അധികാരമോഹത്തിന് ഒക്കെ പുറകെ പോകുന്ന ചില കുലച്ചതിയന്മാർ അവരെ ചട്ടുകങ്ങളാക്കി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള 3 തരത്തിലുള്ള വാദങ്ങളും 3 തരത്തിലുള്ള കുതന്ത്രങ്ങളും പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നു വരുന്നത്. അത് കഴിഞ്ഞ 10-14 വർഷം കൊണ്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള തലത്തിലാണ്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയ 2010-12-15 ശേഷം സോഷ്യൽ മീഡിയ വ്യാപകമായി നായർ സമുദായത്തിന്റെ പേരിൽ രൂപീകരിച്ചിട്ടുള്ള, ക്രിയേറ്റ് ചെയ്യുന്ന, തുറക്കുന്ന അക്കൗണ്ടുകൾ പലതും നായർ സമുദായ അംഗങ്ങളല്ലെന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയായിട്ടുണ്ട്. ഒന്നുകിൽ നായർ സമുദായ അംഗങ്ങൾ അല്ലാതായിരിക്കുക, അന്യമതസ്ഥരായിരിക്കുക, അതല്ലെങ്കിൽ അവർക്ക് ജാതിയിൽ നായർ സമുദായത്തിൽ ജനിച്ചവരായിരിക്കും, പക്ഷെ പൂർണ്ണമായും സമുദായത്തിന് എതിരും ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന മനോഭാവമുള്ള പ്രവർത്തകരോ നേതാക്കളോ ഒക്കെ ആയിരിക്കും. ഇതല്ലെങ്കിൽ അന്യ ജാതിയിൽപ്പെട്ടവരായിരിക്കും. ഇതല്ലെങ്കിൽ നമുക്കിടയിലുള്ള കുലച്ചതിയന്മാരായിട്ടുള്ള ആണും പെണ്ണും കെട്ട ഷഡ്ണന്മാരായിരിക്കും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ഭൂരിപക്ഷവും അക്കൗണ്ടുകൾ അംഗങ്ങളായി വരുന്നവർ എന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. പലരെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് പ്രൊഫൈൽ ബ്ലോക്ക് ആയിരിക്കും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത്തരക്കാരെ കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ അവർ ഹൈഡായി എപ്പോഴും അദൃശ്യനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ നമുക്കിടയിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ മറ്റു സമുദായ മതങ്ങളിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും
ഇത്തരത്തിൽ നമ്മളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി താൽക്കാലികമായി പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കിടയിലേക്ക് അവർ നുഴഞ്ഞു കയറ്റക്കാരായി വരുന്നത്. സൈന്യത്തെ പോലും ആലങ്കാരികമായി പറഞ്ഞാൽ സൈന്യത്തെ പോലും അല്ലെങ്കിൽ ഇന്ത്യ പാക് ബോർഡർ പോലുള്ള അത്തരത്തിലുള്ള നുഴഞ്ഞു കയറ്റക്കാരെന്ന് അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത്. അവരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ്, ആലങ്കാരികമായിട്ടാണ് ഞാൻ പറയുന്നത്, വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇത്തരം നുഴഞ്ഞു കയറ്റക്കാർ നമുക്കിടയിൽ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് സജീവമായി ഇടപെടുകയും നുഴഞ്ഞു കയറുകയും വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നത്. ഇത്തരക്കാരെ ആണും പെണ്ണും കെട്ട ഷണ്ണന്മാരായിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം പൊതുസമൂഹത്തിൽ നായർ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത പേടിത്തൊണ്ടന്മാരായിട്ടുള്ള വെറും ആണും പെണ്ണും കെട്ട ഷണ്ണന്മാരാണ് ഇത്തരത്തിലുള്ള വിവരദോഷികൾ എന്ന് തന്നെയാണ് നമുക്ക് ഇവരെ പറയേണ്ടി വരുന്നത്. കാരണം ഇത്രയും നികൃഷ്ടമായി തന്നെ ഇത്തരക്കാരെ സംബോധന ചെയ്യേണ്ടി വരുന്നതിന്റെ പ്രാധാന്യം നമ്മുടെ സമുദായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ഇത്തരത്തിലുള്ള ആണും പെണ്ണും കെട്ടവന്മാർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അങ്ങനെ പ്രവർത്തിക്കുന്നു. ഇത് കൂടാതെ രണ്ടാമത്തെ തലത്തിലാണ് മുന്നാക്ക എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ, ചില പ്രസ്ഥാനങ്ങൾ. നായർ സമുദായത്തിന്റെ പേരിൽ അവരുടെ ഒരു സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുമ്പോൾ സമുദായം എന്താണ്, സമുദായ പ്രവർത്തനം എന്താണെന്ന് മിനിമം അറിഞ്ഞിരിക്കണമെന്ന് എന്നുള്ളതാണ് ഒരു കാര്യം. അതൊന്നും അറിയത്തില്ല. വെറുതെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുന്നു, അതിന്റെ പേരിൽ സമുദായത്തിന്റെ എന്നുള്ള പേരിൽ അങ്ങനെ പ്രവർത്തിക്കുക. ഇത്രയൊക്കെ ആ മുന്നാക്ക എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ, വ്യക്തികൾ ഒക്കെ സോഷ്യൽ മീഡിയ വഴിയും സമൂഹത്തിലും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പിന്നിൽ ചില പിന്നാക്ക, അതായത് കൽപ്പാന്ത കാലത്തോളം പിന്നാക്ക എന്ന് പറഞ്ഞു നടക്കുന്ന ചില വ്യക്തികളും ചില നേതാക്കന്മാരുടെയൊക്കെ പിന്തുണയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ മുന്നാക്ക വാദത്തിന് സമൂഹത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു ജനവിഭാഗങ്ങൾക്കിടയിൽ വരുത്താൻ കഴിയുന്ന രണ്ട് അടിസ്ഥാന കേന്ദ്രീകരിക്കുന്ന ചില വാക്കുകളാണ്. അത്തരത്തിലുള്ള ചില മുന്നാക്ക വീരന്മാർ, അത് മുന്നാക്ക കോർപ്പറേഷൻ 2012 കാലഘട്ടത്തിൽ രൂപീകരിച്ചതിന് ശേഷം പൊട്ടിമുളച്ച ചില മുന്നാക്ക വീരന്മാരാണ്. ഈ മുന്നാക്കക്കാർ എന്ന വാദം, അവർ ഈ പറഞ്ഞ നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസിയൊക്കെ വിഭാഗത്തിന്റെ പ്രതിനിധികളായിട്ടാണ് അല്ലെങ്കിൽ കൂട്ടായ്മകളായിട്ടാണ് സമൂഹത്തിൽ അവതരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള മുന്നാക്കക്കാർക്ക് ഈ വിഭാഗം മുന്നാക്കമാണോ പിന്നാക്കമാണോ, അല്ലെങ്കിൽ അതെന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ യാതൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ചുക്ക് ചുണ്ണാമ്പും അറിയില്ല. അവരെ അങ്ങനെ ചിലർ ഇതിൽ അവതരിച്ചിട്ടുണ്ട്. അവതാരങ്ങളാണ് അവരൊക്കെ, അവതരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ ഭരണസാരഥ്യം കൈകളിൽ കൊണ്ടുവരുന്നതിനോ അവരുടെ ചില ഇഷ്ടക്കാരെ അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം, കേരളത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചില സമുദായക്കാരെ അല്ലെങ്കിൽ സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളെ വഴി വിദേശത്തു നിന്ന് വരെ കോടിക്കണക്കിന് രൂപ സഹായത്തോടുകൂടി NSSന്റെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ അവരുടെ സ്ഥാപനങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ലാഭം നോക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അവരെ ആണും പെണ്ണും കെട്ടവന്മാരെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം കേരള സമൂഹത്തിൽ നായന്മാർക്കിടയിൽ നായന്മാരുടെ പരിഷ്കരണ കാര്യത്തിൽ ഇറങ്ങി മുൻപന്തിയിൽ നിന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ സർക്കാരിൽ ആനുകൂല്യങ്ങൾ നേടുന്നതിനോ അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതിനോ കഴിവില്ലാത്തവന്മാരാണ് ഈ പുറകെ ഇരുട്ടത്തിരുന്നുകൊണ്ട് ചരട് വലിക്കുന്നത്. അവരും സോഷ്യൽ മീഡിയ വഴി ചിലരെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വളരെ
ക്യാൻസർ ബാധിക്കുന്നത് പോലെ NSSനെ എങ്ങനെ തകർക്കാം? NSSന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ചില വീഴ്ചകളെന്ന് പറയുന്നതിലോ ഒന്നും, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ഞാൻ പരാമർശിക്കുന്നില്ല. അക്കാര്യത്തിൽ ഞാനുമായി യാതൊരു ബന്ധവുമില്ല. NSSന്റെ OBC സംവരണ കാര്യം, ഞാൻ പലതവണ അവതരിപ്പിച്ചിട്ടുള്ള OBC സംവരണ കാര്യം, അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ പിന്നാക്ക വിഭാഗത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ NSSന്റെ നിലപാട് വളരെ സ്വാഗതാർഹമാണ്, ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്, നിയമപരമാണ്. അത് ഉറക്കെ വിളിച്ചു പറയാൻ മാനവൈക്യവേദിക്കും രാജേഷ് നായർ കഴുന്നേലിനും യാതൊരു മടിയും ഉണ്ടായില്ല. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി തന്നെ എറണാകുളത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യ NSS ജനറൽ സെക്രട്ടറിയുടെ സംവരണ കാര്യത്തിലുള്ള നിലപാടിനെതിരെ CPMന്റെ പോഷക സംഘടനയായിട്ടുള്ള പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതാവ് പറഞ്ഞതിനെ കാര്യത്തിൽ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാനവ ഐക്യവേദി രാജേഷ് നായർ കഴുന്നേൽ ഞങ്ങൾ തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും പത്രസമ്മേളനത്തിൽ നടത്തി തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നതുകൊണ്ട് NSSന്റെ മറ്റു കാര്യങ്ങളിലൊന്നും അംഗീകരിക്കുന്നെന്നോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുന്നെന്നോ അർത്ഥമില്ല. നല്ലത് നല്ലതെന്നും ചീത്ത എന്നും പറയാനുള്ള ആർജവം ഞങ്ങൾ കാണിക്കാറുണ്ട് എന്ന് മാത്രമേ അതിൽ അർത്ഥമാക്കുന്നുള്ളൂ. നല്ലത് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളാണ് പൊതുസമൂഹത്തിന് നല്ലത് എന്ന് കാണുന്നവരാണ് ഞങ്ങൾ. അല്ലാതെ വ്യക്തിപരമായിട്ടോ ഒരു ആളെ വ്യക്തിപരമായിട്ട് ഒരാളിനെ കണ്ടുകൂടെങ്കിൽ പൂർണ്ണമായും ആളിനെ ചെയ്യുന്നതെല്ലാം കുറ്റം എന്ന് ചില വീട്ടിലെ അമ്മായിമാർ പറയുന്നതിന് തുല്യമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. വിഷയാധിഷ്ഠിതമായി സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഉറച്ചു നിൽക്കുന്ന, ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിധേയത്വപ്പെട്ട് ബഹുമാനിച്ചുകൊണ്ടുള്ള സകല നടപടികളും മുന്നോട്ട് പോകുന്നതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാമൂഹ്യ തുല്യനീതി, അവസര സമത്വം അത് സകലർക്കും കിട്ടണം. അവിടെ ജാതി മത വിഭാഗീയതയോ ഭിന്നതയോ പരിഗണനയോ വിവേചനമോ പാടില്ല എന്നുള്ളതാണ് മാനവൈക്യവേദിയുടെയും അതിലെ അംഗങ്ങളുടെയും സകലരുടെയും ആഗ്രഹം. മാനവ ഐക്യം തന്നെയാണ്, അതിൽ മാറ്റമില്ല. അത്തരത്തിൽ NSSനെ തകർക്കാൻ നോക്കുന്ന ഒരു വിഭാഗം. ഇത് കൂടാതെയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലൂടെ, പ്രധാനമായി കഴിഞ്ഞ കാലഘട്ടത്തിൽ തുറന്നു പറയാതിരിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ പറയാം, സുരേഷ് ഗോപി വിഷയത്തോടു കൂടി അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ചിലർ NSSനെതിരെ വിഭാഗീയതയോടുകൂടി തകർക്കുന്നതിനോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പലരുടെ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരോടൊക്കെ ഞാൻ തുറന്ന മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അത് NSSന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളോട് അംഗീകരിക്കുന്നൊന്നുമില്ല, പലതിലും എതിർപ്പുണ്ടാകും. പക്ഷെ NSS എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനം നിലനിൽക്കേണ്ടത് നായർ സമുദായത്തിന്റെ സാമുദായികവാദത്തിന് മർമ്മപ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അക്കാര്യത്തിൽ NSS എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനം ഭൂമിയിൽ ഉണ്ടാകേണ്ടത് നായർ സമുദായത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭരണപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകും. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പല കാലഘട്ടങ്ങളിലും കരയോഗത്തിന്റെ കാര്യത്തിലും ഒക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവരിലൊക്കെ ഉള്ളത് വില കുറഞ്ഞ ആൾക്കാരെന്ന് കണ്ടതുകൊണ്ടല്ല. അവരൊക്കെ സാമൂഹ്യ രംഗത്തും അല്ലെങ്കിൽ മറ്റു പല രംഗങ്ങളിലും കഴിവും മികവും തെളിയിച്ച പ്രഗത്ഭരാണ് കരയോഗങ്ങളിലും അതുപോലെ NSSന്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഉള്ളത്, മറ്റു പ്രധാന ഭരണ ഘടകങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു നായർ സമുദായ അംഗം എന്നുള്ള നിലയിൽ തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഈ പറഞ്ഞവരൊക്കെ തന്നെ അത് നമുക്കെതിരെ ഒരു ദ്രോഹവും അവരാരും ചെയ്തിട്ടുമില്ല. അത്തരത്തിൽ നായർ സംഘടനയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന കുലദ്രോഹികളായിട്ടുള്ള, കുലച്ചതിയന്മാരായിട്ടുള്ള ചട്ടുകങ്ങൾ, ആണും പെണ്ണും കെട്ട ചട്ടുകങ്ങൾ, നപുംസകങ്ങൾ നമ്മുടെ വിഭാഗത്തിൽ, നമ്മുടെ സമുദായത്തിൽ പ്രവർത്തിച്ചു വരും. ഇങ്ങനെ 3-4 തരത്തിൽ
നായർ സമുദായത്തിന്റെ സാമുദായികപരമായി നായർ സമുദായം ഐക്യപ്പെടുന്നതിന് എതിരെ നമ്മളിലുള്ള ക്യാൻസർ പിടിച്ചവന്മാരെ, അല്ലെ, ഞാൻ ഒരു രോഗത്തിന്റെ പേരിലല്ല, രോഗം പിടിച്ചതെന്നല്ല പറയുന്നത്, ആലങ്കാരികമായി പറയുകയാണ്. അതൊരു തരം മാരക രൂപമായി അവരെ കരുതിക്കൊണ്ട് പറയുകയാണ്. ഒരു തരം കുലച്ചതിയന്മാർ. ഈ കുലച്ചതിയന്മാരെ കൊണ്ട് നമ്മളെ തകർക്കുന്നതിന് വേണ്ടി കോടികൾ മുടക്കാനും എന്തൊക്കെ ചെയ്യാനും ഇവന്മാർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത്. നമ്മുടെ സമുദായം സാമുദായികപരമായി നിൽക്കുക, സമുദായത്തിനകത്ത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. സംഘടനകൾ തമ്മിൽ പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടാകാം. NSS എന്ന് പറഞ്ഞ പ്രസ്ഥാനവുമായി പലർക്കും ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. എനിക്കുമുണ്ട്. പക്ഷേ കരയോഗങ്ങളെയോ NSSനെയോ അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ മറ്റേതെങ്കിലും സംഘടനകളെയോ നായർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെയോ തകർക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരോട് നമ്മൾ വിവരങ്ങൾ കൈമാറുകയോ കുറ്റപ്പെടുത്തുകയോ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക. നായർ സമുദായം സാമുദായികമായി നിന്നില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ സമുദായത്തിലെ പിന്നാക്കക്കാർക്ക് ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ടുന്ന സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും സർക്കാർ സംരക്ഷണവും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും ലഭിക്കേണ്ടതുണ്ട്. അത് നമുക്ക് 1957 വരെ 58 കാലഘട്ടം വരെ ഉണ്ടായിരുന്നതാണ്. അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഇനി വരുന്ന തലമുറകൾക്കെങ്കിലും നമ്മൾ അനുഭവിച്ച പോലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അതിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഏത് സംഘടനയിൽ വേണമെങ്കിലും പ്രവർത്തിച്ചോളൂ. പക്ഷേ മഹാനായ മന്നത്ത് പറഞ്ഞതുപോലെ ആ ചെരുപ്പ് അഴിച്ചു വച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ സമുദായമാകുന്ന കുടുംബ വീട്ടിലേക്ക് അല്ലെങ്കിൽ തറവാട്ടിലേക്ക് കടക്കാൻ. തറവാട്ടിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അക്കാര്യത്തിൽ നമുക്ക് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാത്രമേ മാറാവൂ. പുറത്തേക്ക് പോകരുത്. അത്തരത്തിൽ സമുദായത്തിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുക. പണത്തിന് വേണ്ടിയിട്ട് ഇനി എന്ത് കോടികൾ തരാന്ന് പറഞ്ഞാലും, എന്തൊക്കെ സുഖസൗകര്യങ്ങൾ തരാന്ന് പറഞ്ഞാലും, എന്തൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും, പ്രശസ്തി കിട്ടുമെന്ന് പറഞ്ഞാലും, നമ്മുടെ ജനിച്ചു വളർന്ന അമ്മയും അച്ഛനും കുടുംബവും കഴിഞ്ഞാൽ അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സമുദായം. നമ്മുടെ രക്തബന്ധങ്ങളും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉള്ളതാണ്. അതിനെ ശിഥിലീകരിക്കുന്ന തരത്തിൽ യാതൊരു കർമ്മങ്ങളിലേക്കും കടമകളിലേക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കും കടക്കാതിരിക്കുക. എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള സഹോദരന്മാരാണ്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന തരത്തിലുള്ള മനോഭാവവും നമ്മുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. നന്ദി, നമസ്തേ. രാജേഷ് ആർ നായർ, കഴനിയിൽ, തിരുവനന്തപുരം.